നമ്മൾ മുമ്പ് പല വീഡിയോകളിലായിട്ട് കമ്പ്യൂട്ടറിനകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കുറേയധികം വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉബുണ്ടു പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. ഉബുണ്ടുവിനെ ബേസ് ചെയ്തിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഉബുണ്ടുവിന്റെ മറ്റൊരു വകഭേദം എന്ന് പറയാവുന്ന ഒരു ഇതാണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ലിനക്സിനകത്ത് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട്. ഇതിനെ ലിനക്സിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഡിസ്ട്രോ അഥവാ ഡിസ്ട്രിബ്യൂഷനുകൾ എന്നാണ് പറയുന്നത്. ഡെബിയൻ എന്ന് പറയുന്ന ഒരു പേരന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് പല ഡിസ്ട്രോകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഡെബിയൻ ബേസ് ചെയ്തിട്ടുള്ള ഉബുണ്ടു, ലിനക്സ് മിന്റ്, അങ്ങനെയുള്ള ഉബുണ്ടു എക്സ് മുതലായ കുറെ ഡിസ്ട്രോകൾ നിർമ്മിച്ചിരിക്കുന്നത് ഡെബിയൻ എന്ന് പറയുന്ന ഒരു പേരന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. സ്കൂളിനകത്തും ഗവൺമെന്റ് ഓഫീസിനകത്തൊക്കെ ഇപ്പം കേരളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനം. അതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡിൽ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു OS ആണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. കാഴ്ചയിൽ ഉബുണ്ടുവിനേക്കാളും കുറച്ചുകൂടി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിൻഡോസിൽ നിന്നും ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഇനി ചാനലിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വിൻഡോസിൽ നിന്ന് ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മടി കാണിക്കുന്നതിന്റെ കാര്യം, ഉബുണ്ടു എന്ന് പറയുമ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് OS ആണ്, വിൻഡോസ് പോലെയല്ല, ഒരു സാമ്യതയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ്ലി വിൻഡോസിൽ നിന്ന് ലിനക്സിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആൾക്ക് അത്രയും കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ഫെമിലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു OS ആണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. കാരണം വിൻഡോസിന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ലിനക്സ് മിന്റിനകത്ത് വന്നിരിക്കുന്നത്. മെനു ആണെങ്കിലും മെനു അല്ലെങ്കിൽ ഫയൽസോ എല്ലാം കാര്യങ്ങളും ആ ഒരു യൂസർ ഇന്റർഫേസ് വന്നിരിക്കുന്നത് വിൻഡോസിന്റെ ഏകദേശം അതേ കണക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വരുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. ഈ ഒരു വീഡിയോയിലൂടെ നമുക്കത് ഒന്ന് പരിശോധിക്കാം. ഈ കാണുന്നതാണ് ലിനക്സ് മിന്റിന്റെ ഹോം സ്ക്രീൻ അഥവാ ഡെസ്ക്ടോപ്പ് പേജ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ഉബുണ്ടുവിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ഡിസ്ട്രിബ്യൂഷനാണ് ലിനക്സ് മിന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിൻഡോസിൽ നിന്നൊക്കെ ലിനക്സിലേക്ക് സ്വിച്ച് ആവുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ലിനക്സ് മിന്റ് ആയിരിക്കും. കാരണം ഏകദേശം ഇൻ്റർഫേസൊക്കെ വിൻഡോസിനെ പോലെ തന്നെയാണ്. ഇവിടെ സ്റ്റാർട്ട് ബട്ടണിന് പകരമായിട്ട് മെനു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോസ് 7-നകത്തൊക്കെ വരുന്ന പോലത്തെ ഒരു മെനുവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾ ആപ്ലിക്കേഷൻ ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, അങ്ങനെ തരംതിരിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫയൽ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ ഹോം, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെൻറ്റ്സ്, പിക്ചർ, മ്യൂസിക്, വീഡിയോസ് നമ്മൾ വിൻഡോസ് കാണുന്ന പോലെ സൈഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോ ഡ്രൈവുകൾ, ന്യൂ വോളിയം, അങ്ങനെ ഓരോ ഡ്രൈവുകളുണ്ട്, അതങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ആക്സസറീസിനകത്ത് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. കാൽക്കുലേറ്റർ, നോട്ട്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, സ്ക്രീൻഷോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇൻ്റർനെറ്റിനകത്ത് പിന്നെ ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇൻ്റർനെറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ. ഒരു ഓഫീസിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിന് പകരമായിട്ട് MS ഓഫീസ് അല്ലെങ്കിൽ വേഡ്, എക്സൽ, പവർപോയിന്റിന് പകരമായിട്ട് ലിബ്രെ ഓഫീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിബ്രെ ഓഫീസ് കാൽക്ക്, ഇംപ്രസ്, റൈറ്റർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൗണ്ട് ആൻഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് OBS സ്റ്റുഡിയോ ഉണ്ട്, KDN ലൈവ് ഉണ്ട്, ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, VLC ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഡ്രൈവറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ പ്രിഫറൻസ് അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ തീമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് തീം എന്നുള്ളതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് മൗസ് പോയിൻ്ററൊക്കെ ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു രീതികളൊക്കെ ആവശ്യമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. ഇതിപ്പോൾ ഒരു നേരത്തെ ഡാർക്ക് തീമിൽ കിടന്ന് ഇപ്പോൾ ഒരു വൈറ്റ് തീമിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഐക്കൺസ്, നമുക്ക് ഇഷ്ടമുള്ള ഐക്കണിൻ്റെ കളർ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മിന്റ് എക്കോ കൊടുത്തു. ഡെസ്ക്ടോപ്പിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമെങ്കിൽ മിന്റ് എക്കോ ഞാൻ കൊടുത്തു. ഇപ്പോൾ ഉണ്ടോ വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫയൽസൊക്കെ എടുക്കുന്ന സമയത്തുണ്ടോ ഈ ഒരു രീതിക്കായിരിക്കും ഇവിടെ കിട്ടുക. ഡൗൺലോഡ്സൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പറ്റുന്നുണ്ട്.
പിന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കമാൻഡൊക്കെ അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ മാനേജർ എന്നും പറഞ്ഞിട്ടൊരു കുഴപ്പം, നമ്മുടെ ഫോണിനകത്തേക്കുള്ള പ്ലേ സ്റ്റോർ പോലെയുള്ള ഒരു സംവിധാനമാണ് സോഫ്റ്റ്വെയർ മാനേജർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പോയി നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെയാണുള്ളത്. പിന്നെ ഇവിടെ താഴെയായിട്ട് ബ്ലൂടൂത്ത്, അതുപോലെ നോട്ടിഫിക്കേഷൻ, വൈഫൈയുടെ സിമ്പൽ, സ്പീക്കറിൻ്റെ സിമ്പൽ, ബാറ്ററി പെർസെൻറ്റേജ്, ടൈം, കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിൻഡോസിൻ്റെ അതേ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അതിനവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാറ്റഗറി തിരിച്ച് കൊടുത്തു. ഇപ്പോൾ നെറ്റ് സ്ലോ ആയതാണ് ഓപ്പൺ വരാത്ത ടൈം എടുത്തത്. നെറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ആക്സസറീസിന് അത് ഗെയിംസ് ഇല്ല എന്നൊക്കെ, ഉബുണ്ടുവിനകത്ത് ഗെയിംസ് ഇല്ല എന്നൊക്കെ ചുമ്മാ പറയുന്നത്. ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കളിക്കാൻ പറ്റും. പിന്നെ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ, സകല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ടെലിഗ്രാം, വാട്സാപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതിനകത്ത് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കസ്റ്റമൈസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ചേഞ്ച് ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ലിനക്സ് മിൻറ്റിൻ്റെ വാൾപേപ്പേഴ്സാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും വാൾപേപ്പർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വനേസ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഇഷ്ടംപോലെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതൊന്ന് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. ഓക്കെ, അതൊക്കെ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐക്കൺ സൈസ് മാറ്റാം. അതുപോലെ തന്നെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ആഡ് ഡിസ്ക്ലെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാം. നമ്മൾ പണ്ട് വിൻഡോസ് 7-നകത്തൊക്കെ വിഡ്ജറ്റുകൾ ആഡ് ചെയ്യുന്ന അത് ഓർമ്മയുണ്ടല്ലോ, അത് കണക്ക് നമുക്കിവിടെ വിഡ്ജറ്റുകൾ ആഡ് ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു വിഡ്ജറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു അൺലോക്ക് ക്ലോക്കിൻ്റെ വിഡ്ജറ്റ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അവിടെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാനതിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മാനേജിൽ പോയിട്ട് ഇവിടെ ആഡ് കൊടുത്തു. അതുകൊണ്ട് ആ ഒരു വിഡ്ജറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ പിടിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ ഉള്ള വിഡ്ജറ്റ് മറ്റേ അല്ലാത്ത ഡിജിറ്റൽ ക്ലോക്ക് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒരുപാട് വിഡ്ജറ്റുകൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ വിഡ്ജറ്റുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനെ പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ഇടുന്ന ഇവിടെ കോൺഫിഗറിൽ പോവാം. കോൺഫിഗറിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്കത് ഇഷ്ടമുള്ള രീതിക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ, ഗ്രീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. ആവശ്യമെങ്കിൽ ആ ഡിസ്ക്ലേറ്റ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതും വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു സിസ്റ്റം കാണിച്ചു തന്നേ ഉള്ളൂ. ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ലൈക്ക് ഉബുണ്ടു എന്താണോ അത് തന്നെയാണ് സാധനം. കാണാനുള്ള കുറച്ച് വ്യത്യാസമുണ്ടെന്ന് നോക്കാം. ഉബുണ്ടു എന്ന് പറയുന്നത് ഡെബിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ലിനക്സ് ബേസിലുള്ള. അതിൽ ഡെബിയനെ ബേസ് ചെയ്തിട്ടാണ് ഉബുണ്ടു നിർമ്മിച്ചിരിക്കുന്നത്. ഉബുണ്ടുവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മിൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കാഴ്ചയിൽ വിൻഡോസിൻ്റെ പോലത്തെ ലുക്കുള്ള ഒരു ഉബുണ്ടു, അത് തന്നെയാണ് ലിനക്സ് മിൻറ്റ് എന്ന് പറയുന്നത്. ഒരു വിൻഡോസിൽ നിന്നും ലിനക്സിലേക്ക് മാറുന്നവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഷട്ട് ഡൗണിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ലിനക്സ് ഉബുണ്ടു റിലേറ്റഡ് വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തേക്കാം.